ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي. ظلمت ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു. സുന്നത്ത മൻ ഒരു തിരുനബിയുടെ സുന്നത്തിനോട്. അഹിയ ആ പ്രവാചക പൊങ്കവർ സജീവമാക്കി. അല്ലലാമ കൂരിരുട്ടിനെ ഉറങ്ങാതെ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കിയ ധന്യമാക്കിയ പ്രവാചകരുടെ സുന്നത്തിനോട് ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു, അവിവേകം പ്രവർത്തിച്ചിരിക്കുന്നു. എത്രത്തോളം അവിടുന്ന് സജീവമാക്കി? ഇലാ അനിഷ്തകത്ത് ആവലാതിപ്പെടുന്നതുവരെ. ഖദമാഹു അവിടുത്തെ രണ്ട് കാൽപാദങ്ങൾ. അൽലുറ വിഷമത്തെ ആവലാതി പറഞ്ഞു. മിൻ വറമി വറമിൻ്റെ പേരിൽ, നീർക്കെട്ടിൻ്റെ പേരിൽ, നീര് വന്ന് വീർത്തതിൻ്റെ പേരിൽ വിഷമമുണ്ട് എന്ന് തൻ്റെ രണ്ട് കാൽപാദങ്ങൾ സങ്കടപ്പാട് പറയുവോളം രാത്രിയെ ഇരുട്ടിനെ ഹയാത്താക്കിയ സജീവമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു. വലംതു ഞാൻ അക്രമം കാണിച്ചു. അഹ്യ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രകാശപൂരിതമാക്കി എന്നർത്ഥം. അല്ലലാം ഇരുട്ടിനെ, രാവിനെ, രാത്രിയെ. ഇസ്തകത്ത് ഇസ്തക ആവലാതിപ്പെട്ടു. ഖദമാഹു ഖദം ചെരുപ്പടിക്കാല് എന്ന് പറയും. ഖദമാഹു രണ്ട് കാൽപാദങ്ങൾ. അല്ലുറ് വിഷമം, വറം നീർക്കെട്ട്, നീര് കെട്ടിയിട്ട് വീർക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലേക്ക് പ്രവേശിക്കുകയാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി. കഴിഞ്ഞ വരികളിൽ നാം കണ്ടു തൻ്റെ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന വിഷയത്തിൽ കാണിക്കുന്ന ജാഗ്രത, സാരോപദേശം, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ, ഇസ്തിഗ്ഫാർ ചെയ്തു, ഖേദം പ്രകടിപ്പിച്ചു. അങ്ങനെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരു സമ്പൂർണമായ വിശകലനത്തിന് വിധേയമാക്കി, വിചാരണയ്ക്ക് വിധേയമാക്കി, ഇസ്തിഗ്ഫാർ ചെയ്ത് പരിശുദ്ധപ്പെടുത്തിയതിന് ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്നതും ഒരു തരം സങ്കടപ്പാടിലൂടെയാണ്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ സുരക്ഷിതനാണല്ലോ. ഒരു നിലക്കും ഒരു പാപവും വരാത്ത ആ സുരക്ഷിതത്വമുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സമയത്ത് ദീർഘനേരം നിന്ന് നിസ്കരിക്കും. അങ്ങനെ നൃത്തത്തിൻ്റെ ദൈർഘ്യം കാരണം കാലിൽ നീര് വന്ന് വീർത്ത അവസ്ഥകളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഒരു നന്ദിയുള്ള അടിമയാകേണ്ട ഞാൻ എന്നായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും വന്ന് പറഞ്ഞു, അബ്കി അലാ നഫ്സിക് ഫഇന്ന ലഹ അലൈക ഹഖൻ, സാവധാനം ചെയ്യൂ നബിയെ, അത്ര വിഷമിക്കല്ലേ, നഫ്സിനോടും തങ്ങൾക്ക് കടപ്പാടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയും ചെയ്തു, ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ, ഓ നബിയെ, ത്വാഹ പ്രവാചകരെ, ത്വാഹ എന്നവരെ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് വിഷമിക്കാൻ വേണ്ടിയല്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകരുടെ സുന്നത്ത് എൻ്റെ മുന്നിലാകുമ്പോൾ വലം മുസല്ലി സിവ ഫർലിൻ വലം അസുമി, ഞാൻ കൂടുതൽ നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ അവസ്ഥ എന്താണ്? ആ മഹത്തായ സുന്നത്ത് വെക്കേണ്ടിടത്ത് ഞാൻ വെച്ചില്ലല്ലോ, ആ സുന്നത്തിനെ കാണേണ്ട വിധം ഞാൻ കണ്ടില്ലല്ലോ, ആ സുന്നത്തിനെ ബഹുമാനിക്കേണ്ട വിധം ഞാൻ ബഹുമാനിച്ചല്ലോ, ഞാൻ അക്രമമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി വിലപിക്കുകയാണ്. സ്വന്തം നഫ്സിനെ ഒരു അക്രമിയായിട്ട് അവതരിപ്പിക്കുകയാണ് സുന്നത്തിനെ പ്രാവർത്തികമാക്കാത്ത വിഷയത്തിൽ. അദ്ദേഹമാണെങ്കിലോ സുന്നത്ത് വളരെ കൂടുതൽ ചെയ്യുന്ന മഹാനുമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വലിയ മഹത്വമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലും അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും
അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന വിഷയത്തിലും നബിത്തങ്ങളെ അടുത്തെത്താൻ ലോകത്തൊരു സൃഷ്ടിയുമില്ല. ആ നന്ദി പ്രകടനമാണ് ഈ നിസ്കാരത്തിലൂടെ പ്രകടമാകുന്നത്. വലം തുസുന്നത മൻ അഹ്യൽ വലാമ ഇല അനിസ്തഖത് ഖദമാഹു ളുർറ മിൻ വറമി. നീര് വന്ന് വീർത്തതിൻ്റെ പേരിൽ പ്രയാസമുണ്ട് എന്ന് രണ്ട് കാൽപാദങ്ങൾ സങ്കടപ്പാട് പറയുന്നതുവരെ പറയുവോളം രാത്രിയെ അതിൻ്റെ കൂരിരുട്ടിനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കിയ സജീവമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകാരോട് ഞാൻ അക്രമമാണ് കാണിച്ചിട്ടുള്ളത്. വലം തുസുന്നത മൻ അഹ്യൽ വലാമ ഇല അനിസ്തഖത് ഖദമാഹു ളുർറ മിൻ വറമി വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ تحت الحجارة كشحا مترف الأدم وشد അവിടുന്ന് വരിഞ്ഞുകെട്ടി മിൻ സഗബിൻ കഠിനമായ വിശപ്പിൻ്റെ കാരണം കൊണ്ട് അഹ്ശാഅഹു അടുത്ത ആമാശയത്തെ വതവ ചുരുട്ടിവെച്ചു തഹ്തൽ ഹിജാറത്തി കല്ലിൻ്റെ താഴെ കഷ്ഹൻ അവിടുത്തെ വയറിനെ മുത്രഫൽ അദമി വളരെ സൗന്ദര്യമുള്ള മൃദുലമായ തൊലിയുള്ള ആ വയറിനെ കല്ലിൻ്റെ താഴെ അവിടുന്ന് ചുരുട്ടി വെക്കുകയും ചെയ്തു. ശദ്ദ നാട കൊണ്ട് കെട്ടുന്നതിനാണ് ശദ്ദ എന്ന് പറയാം. സഗബ് വിശപ്പ്, കഠിനമായ വിശപ്പ്, സഗബ് വൈനാണ്. അഹ്ഷ എന്ന് പറഞ്ഞാൽ ആമാശയം, വാരിയെല്ലുകൾ പരസ്പരം കൂടുന്ന ഇടം എന്നും അർത്ഥമുണ്ട്. ത്വവ ചുരുട്ടി വെച്ചു, ഹിജാറത്ത് കല്ല്, തഹ്തൽ ഹിജാറത്ത് ഈ കല്ലിൻ്റെ താഴെ, കഷ്ഹൻ അവിടുത്തെ വയറിനെ, മുത്രഫൽ അദമി അദമെന്ന തൊലി, മുത്രഫ് നല്ല മിനുസമുള്ള നല്ല മാർദ്ദവമുള്ള ആ തൊലി കല്ലിൻ്റെ താഴെ ചുരുട്ടി വെക്കുകയും ചെയ്തു. ഇങ്ങനെ കഠിനമായ വിശപ്പ് സഹിച്ചുകൊണ്ട് ദീനി പ്രബോധന മേഖലയിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ നബിത്തങ്ങളുടെ സുന്നത്തിനോടാണ് ഞാൻ അക്രമം കാണിച്ചിട്ടുള്ളത്. കാരണം വലം മാസം ഞാൻ നോമ്പെടുത്തിട്ടില്ല. മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ന് നോമ്പായിരുന്നു, അല്ലെങ്കിൽ നോമ്പ് പോലെ വിശക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മഹാനാ നബിത്തങ്ങൾ ജീവിച്ചുവെങ്കിൽ ഞാൻ അവിടുത്തെ സുന്നത്തിനോട് അക്രമം ചെയ്തവൻ തന്നെയാണ്. പലപ്പോഴും മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാവസ്ഥ ഇങ്ങനെയായിരുന്നു. മഹാനായ അനസ് റളിയല്ലാഹു തആല പറയുന്നു, ഞാനൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്നു. ഫവജത്തുഹു ജാലിസൻ മഅ അസ്ഹാബിഹി. അപ്പോൾ സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്, അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വഖദ് അസ്സബ ബത്നഹു ബിഇസാബ. ഒരു തുണി കൊണ്ട്, ഒരു നാട കൊണ്ട് തൻ്റെ വയറ് കെട്ടിയിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞു, മിനൽ ജുഇ, വിശപ്പ് കൊണ്ടാണ് എന്നെന്നോട് പറഞ്ഞു. മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് സഹാബത്തെ കിറാം കിടങ്ങ് കീറുകയാണ്. ആ സമയത്ത് അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, പൊട്ടാത്തൊരു ചെറിയ പാറക്കല്ലിവിടെയുണ്ട്, ഞങ്ങളുടെ പിക്കാസുകൾക്കൊന്നും അത് ഒതുങ്ങുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ബിസ്മി ചൊല്ലി വെട്ടിയപ്പോൾ അത് ചിന്നിച്ചെതറി 3 പ്രാവശ്യം വെട്ടി. ജാബിർ പറയുന്നു, ആ സമയത്ത് ഞാൻ കണ്ടു കത് ശദ്ദ അലാ ബത്നിഹി ഹജറൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ദീനിന് വേണ്ടി പോരാടിയ സമയത്ത് സഹിച്ച ത്യാഗമായിരുന്നു അത്. ആ ത്യാഗത്തോട് ഞാൻ തീർച്ചയായിട്ടും അക്രമം കാണിച്ചിരിക്കുന്നു. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വശദ്ദ മിൻ സഗബിൻ, വിശപ്പിനാൽ അവിടുന്ന് വെച്ചുകെട്ടി വരിഞ്ഞുകെട്ടി, അഹ്ഷാഹു തൻ്റെ ആമാശയത്തെ, വതവ തഹ്തൽ ഹിജാറത്തി കല്ലിൻ്റെ താഴെ ചുരുട്ടി വെച്ചു, കഷ്ഹൻ തൻ്റെ വയറ്, മുത്രഫൽ അദമി മിനുസമാറുന്ന തൊലിയുള്ള ആ വയറ്. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറത്തി കഷ്ഹൻ മുത്രഫൽ അദമി.
അസഹ്യമായ വിശപ്പിന്റെ കാരണം കൊണ്ട് വയറ് വരിഞ്ഞു കെട്ടുകയും ആമാശയത്തെ വരിഞ്ഞു കെട്ടുകയും മിനുസമാർന്ന മൃദുലമായ അവിടുത്തെ മേനി, ആ മേനിയിലുള്ള വയറ് കല്ലിന്റെ താഴെ ചുരുട്ടി വെക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകരോട് ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു. വലം തുസുന്നത മൻ നഹിയ വലാമ ഇല അനിഷ്തകത് ഖദമാഹു മിൻ വറമി വശദ്ദ മിൻ സഗബിൻ നഹ്ശഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്രഫൽ നദമി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഇത്തിബാ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ.